Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of insurance and parties of insurance. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസ് ആൻഡ് പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ് ആണ്. ഇത് നമ്മളുടെ IFSൻ്റെ ലാസ്റ്റ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടും കൂടിയാണ്. SAS ചോദിക്കാനുള്ള സാധ്യതയുള്ള പാർട്ടാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ഇൻഷുറൻസ്? ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ വീട്ടിലെ പലരും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ നോമിനിയായിട്ട് നിങ്ങളും ഇൻഷുറൻസിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാകാം. എന്താ ഇൻഷുറൻസ് എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പ്രീമിയം എന്നൊരു തുക കൊടുത്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ നിങ്ങൾ ഏർപ്പെടുകയാണ് അല്ലേ? നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് പറയും ഇത്രയും പ്രീമിയം ഉണ്ട്, ആ പ്രീമിയം വെച്ചിട്ട് നിങ്ങൾ ലൈഫ് ഇൻഷുറൻസോ അല്ലെങ്കിൽ മാരേജ് പ്രൊട്ടക്ഷനുള്ളതോ ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ എന്തിനായാലും ഏത് പർപ്പസ് ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ടൊരു പ്രീമിയം എമൗണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുക സാധാരണഗതിയിൽ അല്ലേ? അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിന് നമുക്ക് ആ സമയമാകുമ്പോൾ എന്നാണോ നമ്മളുടെ എഗ്രീഡ് ടൈം ആകുമ്പോൾ നമുക്കത് ലംസമായിട്ട് തിരിച്ചു തരികയാണ് ചെയ്യുക. അത് ഇൻ കേസ് ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ആക്സിഡൻറ്റ്, ഡെത്ത് അങ്ങനത്തെ കേസിൽ അതിൻ്റെ നോമിനിക്കാണ് കിട്ടുക. ഇങ്ങനെയാണ് നിങ്ങൾക്കറിയാവുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്? ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് റിസ്ക്. നമ്മൾക്ക് ഭാവി വരുന്ന റിസ്കിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഈസ് എ ഫോം ഓഫ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എ പോസിബിൾ റിസ്ക്. നമുക്ക് വരുന്ന റിസ്കിനെ സാധ്യമായി വരുന്ന നമുക്ക് ഭാവിയിൽ വരുന്ന റിസ്കിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള ഒരു ഫോം ഓഫ് പ്രൊട്ടക്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആ ഇൻഷുറൻസ് എടുക്കാൻ എന്ത് വേണം? കോൺട്രാക്റ്റ് വേണം. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. വെർ ബൈ വൺ പാർട്ടി എഗ്രീസ് ടു അണ്ടർടേക്ക് ദ റിസ്ക് ഓഫ് അനദർ ഇൻ എക്സ്ചേഞ്ച് ഫോർ കൺസിഡറേഷൻ നോൺ ആസ് പ്രീമിയം. അതായത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ റിസ്ക് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. വൺ പാർട്ടി എഗ്രീസ് ടു അണ്ടർടേക്ക് ദ റിസ്ക് ഓഫ് അനദർ. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ റിസ്ക് ഏറ്റെടുക്കുകയാണ്. എങ്ങനെയാണ് എടുക്കുന്നത്? ഇൻ എക്സ്ചേഞ്ച് ഫോർ കൺസിഡറേഷൻ നോൺ ആസ് പ്രീമിയം. ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട്. എന്താണ് കൺസിഡറേഷൻ ഇവിടെ കൊടുക്കുന്നത്? പ്രീമിയം. പ്രീമിയം എന്ന കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അയാളുടെ റിസ്ക് മറ്റൊരു പാർട്ടി ഏറ്റെടുക്കുന്നതാണ് എന്തെന്ന് പറയുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് പറയുന്ന പേരാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുകൂടാതെ പ്രോമിസസ് ടു പേ എ ഫിക്സഡ് സം ഓഫ് മണി ടു ദ അതർ പാർട്ടി ഓൺ ഹാപ്പനിങ് ഓഫ് എൻ അൺസർട്ടൈൻ ഇവൻറ്റ് ഓർ ഡെത്ത് ഓർ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ സർട്ടൈൻ പീരിയഡ് ഇൻ കേസ് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് ഓർ ടു ഇൻഡംനിഫൈ ദ അതർ പാർട്ടി ഓർ ഹാപ്പനിങ് ഓഫ് എൻ അൺസർട്ടൈൻ ഈവൻ ഇൻ കേസ് ഓഫ് ജനറൽ ഇൻഷുറൻസ്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? എന്താണ് അവിടെ പ്രോമിസ് ചെയ്യുന്നത്? അവർ പ്രോമിസ് ചെയ്യുന്നത് എന്താണ്? പ്രോമിസസ് ടു പേ ഫിക്സഡ് സം ഓഫ് മണി. ഒരു ഫിക്സഡ് സം ഓഫ് മണി നിങ്ങൾക്ക് തരാം. എപ്പോൾ തരാം? ഓൺ ദ ഹാപ്പനിങ് ഓഫ് എൻ അൺസർട്ടൈൻ ഇവൻറ്റ്. നമ്മൾ വിചാരിക്കാതെ, നമ്മൾ തീർച്ചപ്പെടാതെ, നമ്മൾ ഭാവിയിൽ വരുമെന്ന് ആഗ്രഹിക്കാത്ത ചില ഈവൻസുകൾ വരും, ആക്സിഡൻറ്റ്, ഡെത്തുകൾ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് മണി നിങ്ങൾക്ക് തരാമെന്ന് പ്രോമിസ് ചെയ്യുന്നതാണ്. ടു പേ എ ഫിക്സഡ് സം ഓഫ് മണി ടു ദ അതർ പാർട്ടി ഓൺ ഹാപ്പനിങ് ഓഫ് എൻ അൺസർട്ടൈൻ ഇവൻറ്റ്. അൺസർട്ടൈൻ ഇവൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ്, ഒരു ഫിക്സഡ് സം ഓഫ് മണി തരാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യുന്നതും പ്രോമിസ് ചെയ്യുന്ന കോൺട്രാക്റ്റുമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് എ സെർട്ടൈൻ പീരിയഡ് ഇൻ കേസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഓർ ടു ഇൻഡംനിഫൈ ദ അതർ പാർട്ടി ഓൺ ഹാപ്പനിങ് ഓഫ് എൻ അൺസർട്ടൈൻ ഈവൻ ഇൻ ദ കേസ് ഓഫ് ജനറൽ ഇൻഷുറൻസ്.
അല്ല എങ്കിൽ നിങ്ങളുടെ ഒരു പീരിയഡ് പറഞ്ഞിട്ടുണ്ടാവും, ഒരു കാലാവധി പറഞ്ഞിട്ടുണ്ടാവും. ആ കാലാവധി എക്സ്പയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാർട്ടിക്കാണോ ആ പാർട്ടിക്ക് എന്ത് ചെയ്തു കൊടുക്കുകയാണ്, ആ എമൗണ്ട് ലംസം എമൗണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അൺസർട്ടൈൻ ഇവൻ്റ് സംഭവിക്കുകയാണെങ്കിൽ ആ എമൗണ്ട് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്. അവരെന്താണ് അവിടെ ചെയ്യുന്നത്? ദ വൺ പാർട്ടി agrees to undertake the risk of another in exchange of a sum of consideration. ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട്, ഒരു പ്രീമിയം എന്ന കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ഒരാളുടെ റിസ്ക് മറ്റൊരു പാർട്ടി ഏറ്റെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ്. അതേപോലെ തന്നെ അതിലെ ആദ്യത്തെ പാർട്ടി എന്ത് ചെയ്യണം? ഈ ഈ കൺസിഡറേഷൻ വാങ്ങിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അവരെന്ത് ചെയ്യണം? ഒരു സെർട്ടൈൻ എമൗണ്ട് അല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ഷുഡ് പേ ടു ദ ഇൻഷുവേർഡ് എന്ന് പറഞ്ഞാൽ ആരാണോ ഇത് വാങ്ങിച്ചിട്ടുള്ളത്, അതായത് ഇൻഷുറൻസ് വാങ്ങിച്ചിട്ടുള്ളത്, ആ വ്യക്തിനെ പറയുന്ന പേരാണ് ഇൻഷുവേർഡിനെ ഷുഡ് പേ ഫിക്സഡ് സം ഓഫ് മണി. എന്തിനു വേണ്ടിയിട്ട്? ആഫ്റ്റർ എ സെർട്ടൈൻ ഈവൻറ്റ്, അൺസർട്ടൈൻ ഈവൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ആ ഫിക്സഡ് സം ഓഫ് മണി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ വാഗ്ദാനത്തോട് കൂടിയിട്ടുള്ള കോൺട്രാക്റ്റും ആണെങ്കിൽ അതിന് നമുക്ക് ഇൻഷുറൻസ് എന്ന് പറയാം. ഇനി ഡെഫിനിഷൻ ഓഫ് ഇൻഷുറൻസ്. എന്താ ഡെഫിനിഷൻ ഓഫ് ഇൻഷുറൻസ്? നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് സം ഓഫ് മണി ഈസ് പെയ്ഡ് ബൈ ദ അഷ്വേർഡ് ഇൻ കൺസിഡറേഷൻ ഓഫ് ദി ഇൻഷുറർ ഇൻകറിംഗ് ദ റിസ്ക് ഓഫ് പേയിങ് എ ലാർജ് സം അപ്പോൺ എ ഗിവൺ കണ്ടിൻജൻസി. നമ്മളുടെ ഭാവിയിൽ വരാൻ പോകുന്ന കണ്ടിൻജൻസിക്ക് ഒരു ലാർജ് സം ഓഫ് മണി കൊടുക്കാമെന്ന് ഇൻഷുറർ അഷ്വേർഡ് എന്ന് പറയുന്ന ആരാണ്? ഇൻഷുറൻസ് എടുത്ത ആൾ. അഷ്വേർഡിന് കൊടുത്തുകൊണ്ട് ഒരു കൺസിഡറേഷൻ്റെ മുകളിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ്, അതൊരു കോൺട്രാക്റ്റാണ്. അതിലെന്താ പറയുന്നത്? ഇൻ വിച്ച് സം ഓഫ് മണി ഈസ് പെയ്ഡ് ബൈ ദ അഷ്വേർഡ്. സം ഓഫ് മണി എന്ന് പറഞ്ഞാൽ പ്രീമിയം കൊടുക്കുന്നത് ആരാണ്? അഷ്വേർഡ് ഇൻ കൺസിഡറേഷൻ ഓഫ് ദ ഇൻഷുററിന് അയാൾക്ക് കൊടുക്കേണ്ട കൺസിഡറേഷനായിട്ട് എന്ത് കൊടുക്കുകയാണ്? ഒരു സം ഓഫ് മണി കൊടുക്കുകയാണ്. അത് എപ്പോഴാണ് ഇൻഷുറർ ചെയ്യുക? ഇൻഷുറർ ഇൻകറിംഗ് ദ റിസ്ക് ഓഫ് പേയിങ് എ ലാർജ് സം അപ്പോൺ എ ഗിവൺ കണ്ടിൻജൻസി. ഇൻഷുറർ എപ്പോഴും മാത്രമേ ലാർജ് സം ഓഫ് മണി കൊടുക്കുകയുള്ളൂ? എ ഗിവൺ കണ്ടിൻജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റിസ്ക് തരണം ചെയ്യാനുള്ള എമൗണ്ട് ഇൻഷുറർ കൊടുക്കുമെന്നുള്ള രീതിയിലുള്ള കോൺട്രാക്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ്. ആരൊക്കെയാണ് ഇൻഷുറൻസിൻ്റെ പാർട്ടീസ് എന്ന് പറയുന്നത്? ഒന്ന് ഇൻഷുവേർഡ്, ഒന്ന് ഇൻഷുറർ, തേർഡ് വൺ ഇൻഷുറൻസ് പോളിസി, ഫോർത്ത് വൺ പ്രീമിയം, ഇൻഡംനിറ്റി, ബെനിഫിഷ്യറി. ഇതൊക്കെയാണ് ടേംസ് എന്ന് പറയുക. ഇൻഷുറൻസിൻ്റെ ടേംസുകളാണ് ഇതൊക്കെ. നമുക്ക് മനസ്സിലാക്കണം, ഇൻഷുറൻസിൽ ഉപയോഗിക്കുന്ന ടേംസുകൾ കുറേ ടേംസുകളുണ്ട്. അതിൽ കുറച്ച് ടേംസുകളാണ് ഈ പറയുന്നത്. അതിൽ കുറച്ച് പാർട്ടീസ് ഉണ്ട്, അതും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൽ ഒന്നാമത്തെ പാർട്ടി ഇൻഷുവേർഡ്. ആരാണ് ഇൻഷുവേർഡ്? ഇൻഷുറൻസ് എടുത്ത ആൾ ആരാണ്? ഇൻഷുറൻസ് ടേക്ക് ഓവർ ചെയ്ത ആൾ ആരാണോ അയാളാണ് ഇൻഷുവേർഡ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ സീക്കിംഗ് സം ഷുവർട്ടി എഗെയിൻസ്റ്റ് ദ പോസിബിൾ ലോസ്. എന്താണ്? അയാൾക്കുണ്ടാവുന്ന ലോസിന് അയാൾ ഒരു ഷുവർട്ടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ഉറപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരം വ്യക്തിയെ പറയുന്ന പേരാണ് ഇൻഷുവേർഡ്.
ഇത്തരം വ്യക്തിനെ പറയുന്ന പേരാണ് ഇൻഷുർഡ്. അയാൾക്കുണ്ടാവുന്ന ലോസിനെ മറികടക്കാൻ അയാൾ എന്തെങ്കിലും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കണേ അയാളെ പറയുന്ന പേരാണ് ഇൻഷുർഡ്. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ പേഴ്സൺ കോൺട്രാക്ടിങ് ടു ഇൻഡംനിഫൈ അഗെയിൻസ്റ്റ് ദ ലോസിനെ ഇൻഡംനിഫൈ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന ആളാണ് ആരാണ്? ഇൻഷുറർ എന്ന് പറയാൻ ആരാണ്? ഒരു ലോസിനെ ഇൻഡംനിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ലോസിന് നഷ്ടപരിഹാര തുക കൊടുക്കാൻ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന ആളാരാണോ അയാളാണ് ഇൻഷുറർ. അപ്പോൾ ഇൻഷുർഡ് ആരാണോ ഇൻഷുറൻസ് എടുത്ത ആള് അയാളെ പറയുന്ന പേരാണ് ഇൻഷുർഡ്. അതാണ് അയാളാണ് നമ്മൾക്കുണ്ടാവുന്ന ലോസിനെ നമ്മൾ എന്ത് ചെയ്യുക, തടയാൻ വേണ്ടി അതിനു വേണ്ടി ഒരു ഉറപ്പ് ഉണ്ടാക്കുന്ന ആളാരാണോ അയാളെ നമുക്ക് ഇൻഷുർഡ് എന്ന് പറയാം. ഇൻഷുറൻസ് പോളിസി എന്താണ്? ഇൻഷുറൻസ് പോളിസി റിട്ടൺ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ഈസ് ദ പോളിസി. അപ്പോൾ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു റിട്ടൺ കോൺട്രാക്റ്റിനെ പറയും. ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള റിട്ടൺ കോൺട്രാക്റ്റിനെ പറയുന്ന പേരാണ് ഇൻഷുറൻസ് പോളിസി. അപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുത്തു എന്ന് പറഞ്ഞാൽ അവർ ഇടയിലൊരു കോൺട്രാക്റ്റ് എടുത്തു എന്ന് പറയാം. ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർഡും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നതാണ് ഇൻഷുറൻസ് പോളിസി. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് പറയാറുണ്ട്. ദെൻ പ്രീമിയം. എന്താണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ? പ്രീമിയം എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്, ആ പ്രീമിയം എമൗണ്ട് ഒരു എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ കൊടുക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫുൾഫിൽ ദ പാർട്ട് ഓഫ് കോൺട്രാക്റ്റ്. ആ പാർട്ട് ഓഫ് കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഇൻഷുർഡ് കൊടുക്കുന്ന എമൗണ്ട് എന്താണോ അതാണ് പ്രീമിയം എന്ന് പറയുന്നത്. ദ പ്രൈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ഇൻ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഹിസ് പാർട്ട് ഓഫ് ദ കോൺട്രാക്റ്റ്. ഇൻഷുർഡ് അയാളുടെ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഇൻഷുറർക്ക് കൊടുക്കുന്ന എമൗണ്ട് പ്രൈസിനെ പറയുന്ന പേരാണ് പ്രീമിയം എന്ന്. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടപരിഹാര തുക. നമ്മൾ കൊടുക്കുന്ന ലോസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന തുക. എത്ര ലോസ് ഉണ്ടായി ആ ലോസിന് വേണ്ടി കൊടുക്കുന്ന തുകനെ പറയുന്ന പേരാണ് ഇൻഡെംനിറ്റി. ദി എമൗണ്ട് പെയ്ഡ് വെൻ ലോസ് ഹാസ് ബീൻ ഇൻകേർഡ്. ലോസ് സംഭവിച്ചാൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്, ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന എമൗണ്ട്, ഇൻഷുറർ കൊടുക്കുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ഇൻഡെംനിറ്റി. ദെൻ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ എന്താ? ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഇൻഡെംനിറ്റി തുക അനുഭവിക്കാൻ കഴിയുന്നത്, ആർക്കാണോ അത് കിട്ടുന്നത്, അതിനെ പറയുന്ന പേരാണ് ബെനിഫിഷ്യറി. ദ പേഴ്സൺ ടു ഹൂം ദി ഇൻഡെംനിറ്റി ഈസ് പെയ്ഡ് ഈസ് ദ ബെനിഫിഷ്യറി. ആർക്കാണോ ഈ ഇൻഡെംനിറ്റി തുക കൊടുക്കുന്നത് അദ്ദേഹത്തെ പറയുന്ന പേരാണ് ബെനിഫിഷ്യറി. അത് ഒന്നുകിൽ ഇൻഷുർഡ് ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനി ആവാം. ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ നോമിനി ആവാം. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ആർക്കാണ് കിട്ടുക? നോമിനിക്കാണ് കിട്ടുക. അപ്പോൾ നോമിനി ആവാം. ഇത്രയും കാര്യങ്ങളാണ് പാർട്ടീസ് ഓഫ് ഇൻഷുറൻസിൽ വരുന്നത്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഇപ്പോൾ റിസ്ക് ആർക്കാണോ റിസ്ക് ഉണ്ടാവുന്നത് ആ റിസ്കിന് വേണ്ടി അദ്ദേഹം ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര്, അദ്ദേഹത്തെ പറയുന്ന പേര് ഇൻഷുർഡാണ്. ആ സംഭവത്തെ ഇൻഷുർ ചെയ്യുന്ന വ്യക്തിനെ പറയുന്ന പേര്, ആ ലോസിനെ ഇൻഷുർ ചെയ്യുന്ന വ്യക്തിനെ പറയുന്ന പേര് ഇൻഷുർഡ്. ഇനി ഇൻഷുറർ ആരാണ്? ഈ കോൺട്രാക്റ്റിൽ ഇൻഡെംനിറ്റി തുക നൽകാം എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആ വ്യക്തിനെ പറയുന്ന പേര് ഇൻഷുറർ. ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ റിട്ടൺ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ആണ്. പ്രീമിയം തുക എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് എമൗണ്ടിനെ പറയുന്ന പേര്, ഇൻഷുർഡ് എമൗണ്ടിനെ പറയുന്ന പേര് പ്രീമിയം എന്നാണ്. ഇൻഡെംനിറ്റി തുക എന്ന് പറയുന്നത് ലംസം എമൗണ്ട് ഷുഡ് ബി ഗിവൺ ടു ദ ഇൻഷുർഡ് ആഫ്റ്റർ ദി അൺസർട്ടനിറ്റി after the happening of the uncertain ആയിട്ടുള്ള ഈവൻറ്റ് നടന്നതിന് ശേഷം കിട്ടുന്ന ഇൻഡെംനിറ്റി എന്താ പറയുക,
ലോസിന് അനുസൃതമായിട്ടുള്ള എമൗണ്ട്, ഇൻഡെംനിറ്റി തുക, അതായത് നഷ്ടപരിഹാര തുകയെ നമുക്ക് എന്ത് പറയാം? ഇൻഡെംനിറ്റി. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ആർക്കാണോ ബെനിഫിഷ്യൽ ആവുന്നത്, ഈ കോൺട്രാക്റ്റ് കൊണ്ട് ആർക്കാണോ ബെനിഫിഷ്യൽ ആവുന്നത്, ഈ ഇൻഡെംനിറ്റി തുക കൊണ്ട് ആർക്കാണോ ബെനിഫിഷ്യലി ആവുന്നത്, ആ ബെനിഫിറ്റ് കിട്ടുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് ബെനിഫിഷ്യറി. ഇത്രയും ആൾക്കാരാണ് പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.